സോ എല്ലാവരുടെയും മനസ്സിലുള്ള ഇപ്പോഴുള്ള വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ഡ്രീം എന്ന് പറയുന്നത് എന്താടാ? നിങ്ങളുടെ USS എക്സാം തന്നെയാണ് അല്ലേ? നിങ്ങൾക്കുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ്, അതും വലിയൊരു എമൗണ്ട് കിട്ടാൻ പോകുന്ന സ്കോളർഷിപ്പ് എക്സാം ആണ് അല്ലേ USS എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു എക്സാമിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ മിസ് ഒരു കാര്യം പറയട്ടെടാ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കുന്നത് ആ ചാപ്റ്റേഴ്സ് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് USSനും ചോദിക്കുക. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? കുറച്ചുകൂടി ഡെപ്തിലേക്കായിരിക്കും ക്വസ്റ്റ്യന്. നിങ്ങളുടെ ഓൺ എക്സാം എടുത്തു നോക്കി, ഓൺ എക്സാം കുറച്ച് പ്രശ്നമായിരുന്നു, എന്നാലും കൂടിയിട്ട് ഈ ഓൺ എക്സാമും ക്രിസ്മസ് എക്സാമും നമ്മളുടെ ഫൈനൽ എക്സാമും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെയാണ് അല്ലേ വരുന്നത്. പക്ഷെ അതിനേക്കാൾ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്തിൽ വരാൻ പോകുന്നത്? നമ്മളുടെ USS എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു USS എക്സാമിന് എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു വീഡിയോയിൽ മിസ് സെറ്റ് ആക്കി തരാൻ പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് ഇല്ലേ, പാരലൽ ലൈൻസ് സമാന്തര വരകൾ, ആ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ ലെവൽ വരെ ചോദിക്കുന്നു മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യാൻ കാരണം ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കുറേ കുട്ടികൾ പറഞ്ഞു മിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞങ്ങൾ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് എന്താ കാര്യം, ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ വെച്ച് പഠിക്കണം എന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ് കേട്ടോ. ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പൊ മറക്കണ്ട, ഇപ്പൊ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കും. ഓക്കെ സെറ്റ്? യെസ്. അങ്ങനെയെങ്കിൽ ഈ പാരലൽ ലൈൻസ് സമാന്തര വരകളിൽ മിസ് ഒരൊറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ ഏതൊരു എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താ അറിയോ? പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകളിൽ നിന്നാണ് ചോദിച്ചത് എങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം ഇത് മാത്രമാണ്. അതായത് 2 പാരലൽ ലൈൻസ് ഉണ്ട്. ആ 2 പാരലൽ ലൈൻസിനെ ഒരു ചെരിഞ്ഞ വര കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും? ചെറിയ കോണുകളെല്ലാം തുല്യം. അതായത് നമുക്ക് ചെറുതേതാ? ഇവൻ. ഈ 4 എണ്ണവും തുല്യമായിരിക്കും. അതുപോലെ വലിയ കോണുകൾ ഇവനും തുല്യമായിരിക്കും. ചെറിയ കോണുകൾ നമ്മളുടെ സ്മോൾ ആംഗിൾസ് ആർ ഈക്വൽ, ലാർജ് ആംഗിൾസ് ആർ ഈക്വൽ. അതുപോലെ ഒരു സ്മോളും അതുപോലെ ഒരു ലാർജും കൂടി കൂട്ടുമ്പം എന്ത് കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഈ കാര്യം പഠിച്ചു വെക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ പഠിപ്പിച്ചു തരാൻ ഞാനും റെഡിയാണ് കേട്ടോ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ മെഷർ ഓഫ് എൻ ആംഗിൾ ഫോംഡ് വെൻ 2 പാരലൽ ലൈൻസ് ആർ ഇന്റർസെക്റ്റഡ് ബൈ അനദർ ലൈൻ ഈസ് ഗിവൺ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ഇൻഡിക്കേറ്റഡ്? ഒരു 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോണിന്റെ അളവ് തന്നിരിക്കുന്നു. അടയാളം കൊടുത്തിരിക്കുന്ന കോണിന്റെ അളവ് എന്ത്? അതായത് ഈ കോണിന്റെ അളവ് എന്ത് എന്നാ ചോദിച്ചത്. നമുക്കറിയാം ഇതിന്റെ ചെറിയ കോണുകളെല്ലാം തുല്യമാണെന്ന്. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇവനും 70. അതായത് ഇൻഡിക്കേറ്റ് ചെയ്ത് ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ആംഗിൾ, അങ്ങനത്തെ ആംഗിൾ, ഇങ്ങനത്തെ ആംഗിൾ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഞാൻ അതൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, ഇത് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മെഷർ ഓഫ് എൻ ആംഗിൾ ഫോംഡ് വെൻ 2 പാരലൽ ലൈൻസ് ആർ ഇന്റർസെക്റ്റഡ് ബൈ അനദർ ലൈൻ ഈസ് ഗിവൺ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഇൻഡിക്കേറ്റഡ്? 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോണിന്റെ അളവ് തന്നിരിക്കുന്നു. അടയാളം കൊടുത്തിരിക്കുന്ന കോണിന്റെ അളവ് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ഇവിടെയുള്ള ചെറിയ കോണുകളെല്ലാം തുല്യം. അതായത് ഇത് ചെറുതാണ്, അതുപോലെ ഇവൻ ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇവന്മാരൊക്കെ തുല്യം. ഇനി വലിയ കോണുകളെല്ലാം തുല്യം. അതായത് ദിവനും തുല്യം. അതുപോലെ അറിയുന്ന കാര്യം എന്താണ്? ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ കോൺ എത്രയാന്നാ ചോദിച്ചത്. ഇതെന്താണ്? നമ്മളുടെ ചെറിയ കോണാ. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? വലിയ കോണാണ്. ഈ വലിയ കോണും അതുപോലെ ഈ ഒരു ചെറിയ കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? സിമ്പിൾ. എത്രയായിരിക്കടാ? 80 ഡിഗ്രി അല്ലെ? 80 ഡിഗ്രി. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നോക്കിയേ. ഇൻ ദ ഫിഗർ AB and CD are parallel lines. Angle BMP is equal to 40 degree. Angle PND is equal to 60 degree. Angle MPN is what? ചിത്രത്തിൽ ABCD എന്നിവ സമാന്തര വരകൾ. ആംഗിൾ BMP എന്താണ്? 40 ഡിഗ്രി. ആംഗിൾ PND 60 ഡിഗ്രി. ആംഗിൾ MPN എത്ര? MPN എന്ന് പറയുന്നത് ഏതാണ്?
PN, അതായത് ഈ ആംഗിൾ എത്രയെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആംഗിൾ കാണാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈഡും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ മിസ് എന്ത് ചെയ്യാണ്? ഇതിന്റെ നടുവിലൂടെ ഒരു ആംഗിളും കൂടെ ഒരു ലൈൻ കൂടി വരയ്ക്കുകയാണ്. ആ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതാ നോക്ക്, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് രണ്ടാൾക്കും സമാന്തരമായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും? ഈ ഒരു ലൈനും എന്ത് തന്നെയാണ്? സമാന്തരമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ലൈനാണ് അല്ലെ. ഇനി ഓരോന്നായിട്ട് നോക്കേ. ഇതാ നോക്ക്, ഈ രണ്ട് ലൈൻ എടുത്താൽ ഇതിൽ ഏതൊക്കെ ആംഗിൾ ആ ഈക്വൽ? ഇത് ഈക്വൽ ആണ്, ഇവനും ഈക്വൽ ആണ് അല്ലെ. അതായത് എന്താണ്? ചെറിയ കോണുകളെല്ലാം തുല്യമാണ്. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇവനും 40 ഡിഗ്രി ആയിരിക്കും. ഇനി വേറെ ഇവന്മാർ രണ്ടാളും എടുത്തു നോക്ക്. ഈ ഒരു ലൈനും ഇവിടെ ഇങ്ങനത്തെ ഒരു ലൈൻ മുറിച്ചെടുക്കുന്നേ. അവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളും ഈക്വൽ അല്ലേ? ബിക്കോസ് എന്താണ്? ഇവന്മാര് രണ്ടാളും ചെറിയ കോണുകളാണ്. അപ്പൊ എത്രയായിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇവനും 60 ഡിഗ്രി. ഇത്രയുള്ള ഇത് ആദ്യം ഞാൻ ഈ രണ്ട് ലൈൻസ് കൺസിഡർ ചെയ്തു. അപ്പൊ എന്തായിരിക്കും? ഈ ഒരു ലൈൻ ഇതിനെ മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ കോണും തുല്യമാണ്. അപ്പൊ ഞാൻ ഇത് 40 ആണെങ്കിൽ ഇതും 40. ഇതൻ ഈ രണ്ട് ലൈൻ എടുത്തു, ഇതിനെങ്ങനെ ഒരു വര മുറിച്ചെടുക്കുന്നു? അവിടെ ഉണ്ടാവുന്ന ഈ കോണും കുഞ്ഞു കോണുകളാണ്. അതായത് ഇവന്മാർ രണ്ടാളും ഈക്വൽ ആണ്. അപ്പൊ ഇത് 60 ആയിരിക്കും. അങ്ങനെയെങ്കിൽ MP എന്ന് പറയുന്ന ഈ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ 60 + 40 100 ഡിഗ്രി ആയിരിക്കും ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെ. ടോട്ടൽ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. നമ്മൾ കുറച്ച് ലെവൽ കൂടി വരികയാണ് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദിവനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. In the figure, lines AB and DE are parallel. അതായത് ഒന്നുമില്ല, ഈ ഒരു ലൈനും പാരലൽ ആണ് എന്നാണ് ഇവർ പറഞ്ഞു തരുന്നത്. ആൻഡ് അടുത്ത എന്താണ്? If BAC is equal to 35 ഡിഗ്രി, ഇത് 35 ഡിഗ്രി ആണ്. അതുപോലെ നോക്ക്, ACD is equal to 88, ഇത് 88 ഡിഗ്രി ആണ്. കോൺ CDE എത്ര? CDE ദിവൻ എത്രയെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദിവൻ എത്രയെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോന്നായിട്ട് നോക്കി നോക്കാം അല്ലെ. അതായത് ഞാൻ നോക്ക്, ഓരോന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇത് രണ്ടും പോയോ? എവിടെ എന്റെ ലൈൻ? എവിടെ എന്റെ ലൈൻ? കൊണ്ട ലൈൻ എവിടെ? ലൈനേ പോന്നോ? ഓക്കെ, ഈ രണ്ട് ലൈനും പാരലൽ ആണ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്, സമാന്തരമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിനെ നോക്ക്, ഇങ്ങനത്തെ ഒരു ചെരിഞ്ഞ ലൈന് മുറിച്ചെടുക്കുന്നുണ്ട് അല്ലെ. നോക്ക്, ഈ രണ്ട് പാരലൽ ലൈൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനത്തെ ചെരിഞ്ഞ ലൈന് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ ഈ കോണും എന്താണ്? ചെറിയ കോണുകളാണ് അല്ലെ. നമുക്ക് രണ്ട് പാരലൽ ലൈൻ ഉണ്ട്, അതിനെങ്ങനെ ഒരു ലൈൻ മുറിച്ചടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ കോണും അല്ലേ, ഈ കോണും ഇത് രണ്ടും എന്താണ്? ചെറിയ കുഞ്ഞുകോണുകൾ അല്ലെ. കുഞ്ഞുകോണുകൾ ചെറിയ കോണുകളാണ്. നിങ്ങൾ അത്രമാത്രം ആലോചിച്ചാൽ മതി. ആ ചെറിയ രണ്ട് കോണുകൾക്ക് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇത് 35 ആണെങ്കിൽ ഇവനും 35 ഡിഗ്രി. യെസ്, കിട്ടി. അടുത്ത് നോക്കേ. ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയോ? ഈ ആംഗിൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയൂലേ? നോക്ക്, ഒരൊറ്റ ലൈനിൽ ഉണ്ടാവുന്ന രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. നമ്മൾ പഠിച്ചിട്ടില്ലേ? ബിക്കോസ് എന്താണ്? ഇവന്മാർ ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ് അല്ലെ. രേഖീയ ജോഡി ലീനിയർ പെയർ ആണ്. അപ്പൊ ഇത് 88 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 - 88 അല്ലെ. 88 അതായത് എത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുക? 92 ഡിഗ്രി അല്ലെ. 92 ഡിഗ്രി. അപ്പൊ ഇവൻ എത്രയാണ്? 92 ഡിഗ്രി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് നല്ലോണം ഒന്ന് നോക്കി നോക്ക്. ഇനി നിങ്ങൾക്ക് കിട്ടൂലേടാ. നോക്ക്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നില്ലേ? അവിടെ നോക്ക്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നില്ലേ? ആ ട്രയാങ്കിളില് ഈ ആംഗിൾ അറിഞ്ഞു, ഈ ആംഗിൾ കാണാൻ എന്തോ പടിയുണ്ടോ? ഇല്ല അല്ലെ. 3 ആംഗിൾസ് കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 180 നിന്നും എത്ര കുറയ്ക്കണം? നമുക്ക് 92 + 35 കുറയ്ക്കണം. അതായത് 180 - 92 35 7 9 3 12 127 കുറയ്ക്കണം. 0 7 പോല ഞാൻ ഇവിടുന്ന് ഒന്നെടുത്തു. 10 ഇവിടെ 9, 10 7 പോയാൽ 3 ആണ്. 9 2 പോയാൽ 7 8 9 7 ആണ്. ദെൻ 1 1 0 ആണ്. 73 ഡിഗ്രി. 73 9 2 ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എവിടാ തെറ്റിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് 1 എടുത്ത്, ഇവിടുന്ന് 8 ആണെങ്കിൽ ഇത് 7 ആവുക. 7 2 പോയാൽ 5. 53. ഓക്കെ, 53 C ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമല്ലേ? അടിപൊളി കാര്യമാണ്. അങ്ങനെയെങ്കിൽ നോക്കിക്കോ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഇൻ ദ ഫിഗർ ABCD ഈസ് എ പാരലലോഗ്രാം, ആംഗിൾ ABC എത്ര? അതായത് ABC എന്ന് പറയുന്നത്
ബി സി. അതായത് ഈ ഒരു വലിയ ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഈ വലിയ ആംഗിൾ എത്ര, അതെന്താ വരാത്ത എ ബി സി, ഈ വലിയ ആംഗിൾ എത്ര എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന കാര്യം എന്താ, പാരലലോഗ്രാം സമാന്തരികത്തിൽ ഈ രണ്ട് ലൈനും അതെന്താ ഈ രണ്ട് ലൈനും എന്താണ്, സമാന്തരമാണ്. എതിർവശങ്ങൾ സമാന്തരമായിരിക്കും അല്ലെ. അതുപോലെ ഈ രണ്ട് ലൈനും സമാന്തരമാണ്. അപ്പൊ ഞാൻ ഓരോന്ന് എടുത്തു നോക്കുകയാണെ. ഇനി നോക്ക്, ഈ രണ്ട് റോസ് സമാന്തര വരകളെ മുറിച്ചിറക്കുന്ന ഒരു വരാണ് ഈ വര എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് 30 ഡിഗ്രിയാണ് എന്ന് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും, ഇതും ചെറിയ കോണാണ് അല്ലെ. ഇതും എത്ര തന്നെയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് വേറെ ഏതാ നമുക്ക് കാണാൻ പറ്റുക, ഇനി നോക്ക്, ഇവൻ ഈ രണ്ട് പച്ച സമാന്തര വരകളെ മുറിച്ചിറക്കുന്ന ലൈനാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇതും 80 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇതും 80 ഡിഗ്രി ആയിരിക്കും. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വേറെ ഏതോ ഉണ്ടോ, വേറെ ഇല്ല അല്ലെ. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അത്ര കണ്ടുപിടിച്ചേ. അപ്പൊ നമുക്ക് എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു വലിയ ആംഗിൾ എത്ര എന്നുള്ളതാ. ഈ വലിയ ആംഗിളിന്റെ ഇവിടം മുതൽ ഇവിടം വരെ 80 ഡിഗ്രിയാണ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇല്ലേ, ഒരു പ്രശ്നവുമില്ലാതെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് അറിയാവുന്ന എന്താടാ, ഇതാണ് നമ്മൾ കണ്ട ഈ കുഞ്ഞു ആംഗിൾ. ഈ കുഞ്ഞു ആംഗിൾ കാണാൻ എന്താ നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണില്ലേ, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണില്ലേ. ആ ഒരു ട്രയാങ്കിളില് ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്, ഒന്ന് 30 അങ്ങനെയെങ്കിൽ ഇവന് കാണാൻ എന്തോ പണിയുണ്ടോ, ഇല്ല അല്ലെ. 120ഉം 30ഉം കൂട്ടിയാ 150 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവൻ എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ മൊത്തം ആംഗിൾ എത്ര, 80ഉം 30ഉം 110 ഡിഗ്രി. സി ആയിരിക്കും നമ്മളുടെ, സി അല്ല അല്ലെ, ACBD നയൻ എഴുതി. അപ്പൊ 110 ഡിഗ്രിയാണ് എന്ത് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എനിക്കറിയാം ഇത് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് സിമ്പിൾ ഇത്രേ ഇല്ലായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് ലെവൽ കൂട്ടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. സോ നമ്മൾ ഈ ഒരു പാരലൽ ലൈൻസിൽ നിന്നും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാരലൽ ലൈൻസിന്റെ ഇതിലേക്കാൾ കുറച്ചുകൂടി ലെവൽ കൂടിയതും കുറച്ചുകൂടി ടൈപ്സും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പാരലൽ ലൈൻസിന്റെ ലൈവ് നമ്മൾ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലൈവ് ഒന്ന് എൻ്റെ മക്കൾ എടുത്ത് കാണണം കേട്ടോ, ഒന്നും ആരും മറക്കാതെ എടുത്ത് കാണണം. അതുപോലെ എനിക്ക് ഇതുപോലെ മിസ് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ്, എനിക്ക് ലൈവും പോരാ, ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടണം, എനിക്ക് 7ാം ക്ലാസ് തകർക്കണം എന്നുള്ള കുട്ടികളാണെങ്കിൽ എടാ ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. നമുക്ക് 1999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ ബാച്ച് കിട്ടാൻ പോകുന്നത്. ഇത് എനിക്കറിയാം, ഞാൻ ഇത് ചെയ്യുമ്പോഴേക്ക് ഇത് ഓഫർ കഴിഞ്ഞു പോയിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇത് കാണുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്, ഓഫർ കഴിഞ്ഞിട്ട്. എന്നാലും നോ പ്രോബ്ലം, നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഏർലി ബേർഡ് ഓഫർ എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. എൻ്റെ മക്കള് ഒന്ന് രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾ പറഞ്ഞാൽ മതി. രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത ഞങ്ങളെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് മാത്രമാണ്, വെറുതെ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ഒന്ന് ജസ്റ്റ് വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഹനീനാമസിന്റെ ക്ലാസ് കണ്ടിട്ടാണ് വിളിക്കുന്നത്, ഹനീനാമസ് പറഞ്ഞിട്ടുണ്ട്, ഓഫർ തരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കിട്ടിയിരിക്കടാ, നിങ്ങൾക്കുള്ളതാണ്, എൻ്റെ മക്കൾക്കുള്ളതാണ്, എൻ്റെ മക്കൾ പഠിക്കാൻ വരുന്ന മക്കൾക്കുള്ളതാണ് ഈ ഓഫർ. അപ്പൊ മറന്നു പോണ്ട, ഓടിപ്പോയിട്ട് രജിസ്റ്റർ ചെയ്തോ. നമ്മൾ ഈ ഒരു USS എക്സാമും ക്ലാസ് 7ഉം തകർത്ത് പൊളിക്കും.